എല്ലാവരും സ്ക്രീൻ കാണുന്നുണ്ടോ? Okay, so we'll begin the class from today. The final topic can be discussed here. Difference between machine and structure. You can expect a theory of question from this area. Repeat the area. Similarly, KT in the examinations okay. So basically at least it is more difference. അത് ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ എഴുതാം. മെഷീനും എന്താണെന്നുള്ളത് എക്സാക്ട് മനസ്സിലാക്കി കേൾക്കുന്ന എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓഡിയോ ഇടക്കിടക്ക് കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, കട്ടായി പോകുമ്പോൾ നിങ്ങളൊന്ന് പറയണം. Okay, now let us move on into the topic. See, screen ഒരു പെൻഡുലം എഞ്ചിൻ എന്ന് പറഞ്ഞ അപ്പാരറ്റസിന്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ കാണുന്നില്ല എല്ലാവരും? Okay, just look into the parts of that particular apparatus. എന്തൊക്കെയുള്ളത്? Crank is given. ഇതിനെ ക്രാങ്ക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. Another part is connecting rod. And connecting rod is connected to a piston which is moving inside a cylinder. While we were studying, we looked upon an example of internal combustion engine. Same figure, if you put it horizontally, you will get this one. Engine കണ്ടത് ആ എഞ്ചിനെ നമ്മളൊന്ന് ചെരിച്ചു വെച്ചാൽ എന്ത് കിട്ടും? ഈ പെൻഡുലം എഞ്ചിൻ കിട്ടും. അതിലുണ്ടായത് എന്താണ്? ക്രാങ്ക്, കണക്ടിംഗ് റോഡ്, പിസ്റ്റൺ, സിലിണ്ടർ ഒക്കെ തന്നെയാണ്. കേൾക്കുന്നില്ലേ? So now, എന്താണ് ഈ ഫിഗർ കാണിച്ചെന്ന് പറഞ്ഞാൽ, ഈവൻ ദോ ഇത് എഞ്ചിനാണെങ്കിൽ this engine becomes an engine only when there is a working mechanism inside that engine. This particular mechanism is called slider crank mechanism. What is it called? Slider crank mechanism. We will get into the types of mechanisms later. But as an example, for any apparatus to be named as an engine or audio clear. Okay, okay. For any apparatus or a machine to be an engine, like a machine particular apparatus or machine sir, audio clear la sir. Ipo clear la? Illa sir, atakku ponnu. കട്ടായി പോകുന്നുണ്ട്. Okay, okay. ഇപ്പൊ കാണുന്നുണ്ടോ? കേൾക്കുന്നില്ല. കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നുണ്ട്, കേൾക്കുന്നില്ല. ഇല്ല. ഇപ്പോഴില്ല, തീരില്ല? ഇപ്പൊ ഇല്ല? ഇപ്പൊ ഇതിന്റെ മെമ്പേഴ്സ് ആണ്. ഒരു സിലിണ്ടർ ഉണ്ട്, സിലിണ്ടറിന്റെ ഉള്ളിൽ ഒരു പിസ്റ്റൺ ഉണ്ട്, പിസ്റ്റന്റെ കൂടെ ഒരു കണക്ടിംഗ് റോഡ് ഉണ്ട്, കണക്ടിംഗ് റോഡിന്റെ കൂടെ ഒരു ക്രാങ്ക് ഉണ്ട്. കോമ്പണൻസ് ആണ് ഈ മെഷീനിലുള്ളത്. All these components are interconnected. സിലിണ്ടറും പിസ്റ്റണും തമ്മിൽ കണക്ഷൻ ഉണ്ട്, പിസ്റ്റണും കണക്റ്റും തമ്മിൽ കണക്ഷൻ ഉണ്ട്, കണക്ടിംഗ് റോഡും ക്രാങ്കും തമ്മിൽ കണക്ഷൻ ഉണ്ട്. നമ്മുടെ സ്ക്രീനിൽ പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് സ്ക്രീൻ ഇങ്ങനെയാണുള്ളത്, സ്ക്രീനിൽ ഈ പോയിന്റിൽ ഞാനൊരു പെന്നോ പെൻസിലോ ഇങ്ങനെ കുത്തി വെച്ചാൽ അത് സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയി അല്ലെ? ആ പെർപെൻഡിക്കുലർ ആയിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയും.
ഇവിടെ എന്താ സംഭവിക്കുന്നത്? when the crank rotates, see, when the crank rotates in the given anti-clockwise direction, ഈ റൊട്ടേറ്റിലൂടെ ട്രാൻസ്മിറ്റ് പിസ്റ്റണിൽ എന്ത് സംഭവിക്കും? ക്രാങ്ക് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് പിസ്റ്റൺ എന്താ സംഭവിക്കുക? ഫ്രം ദ റൈറ്റ് എൻഡ് പിസ്റ്റൺ വിൽ സ്റ്റാർട്ട് മൂവിങ് ടു ദ ലെഫ്റ്റ് എൻഡ്. അല്ലേ? അങ്ങനെയല്ലേ മൂവ് ചെയ്യാം? അതെ. Good. So in turn, what we are achieving? We are achieving a transformation of motion. റൊട്ടേറ്ററി ആയിട്ടുള്ളൊരു മോഷനെ ഞാൻ ഇപ്പുറത്ത് ട്രാൻസ്ലേറ്ററി ആയിട്ടൊരു മോഷനാക്കി മാറ്റി. റൊട്ടേറ്ററി ആയിട്ടുള്ള മോഷനെ ഇവിടെ ട്രാൻസ്ലേറ്ററി മോഷനാക്കി മാറ്റി. അതാണ് ഈ സംഭവിച്ചത്, അല്ലേ? എഞ്ചിനാണ് ഈ ഡിസീസൻ IC ഓഡിയോ ഇതാണ് നിങ്ങളുടെ ഇപ്പോഴോ ഇപ്പം കെട്ടാന്ന് ഇപ്പോഴും കേട്ടോ? ഇപ്പോഴും കെട്ടാതെ. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പോഴും ഇപ്പോഴും കട്ടാകുന്നുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. ഈ കാണിച്ച കോമ്പണൻസിനൊക്കെ നമ്മൾ എന്താ പറയാ? പാർട്സ് ഓഫ് മെക്കാനിസം എന്നാണ് പറയാ. പാർട്സ് ഓഫ് ദ മെക്കാനിസം എന്നാണ് പറയുന്നത്. എൻജിൻ ഒരു മെഷീൻ ആണെങ്കിൽ ആ മെഷീന്റെ ഉള്ളിലുള്ള ഒരു മെക്കാനിസമാണ്. ആ മെക്കാനിസം ഒരുപാട് പാർട്സ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് മെക്കാനിസം, അല്ലെ? ഈ മെക്കാനിസത്തിന്റെ പേര് ഞാൻ എന്താ പറഞ്ഞത്? സ്ലൈഡർ മെക്കാനിസം എന്നാണ് പറഞ്ഞത്. ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇവിടെ ഒരു റൊട്ടേറ്ററി മോഷൻ ഇവിടെ എന്താണ്? ട്രാൻസ്ലേറ്ററി മോഷനായി മാറും. ഇനി ഈ കോമ്പണൻസിന്റെ ഉള്ളിൽ, ഈ സിലിണ്ടറിനുള്ളിലേക്ക് ഞാൻ ഫ്യൂവൽ കൊടുക്കുന്നു. ഒരു ഇൻലെറ്റ് വാൾവ് ഉണ്ടാകും. ആ ഇൻലെറ്റ് വാൾവിലൂടെ ഞാൻ ഫ്യൂവൽ കൊടുക്കും. ഓക്കെ, ഫ്യൂവൽ കൊടുത്ത് ഫ്യൂവൽ ഇതിന്റെ ഉള്ളിൽ ബേൺ ചെയ്ത് കമ്പഷൻ ഈ പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തള്ളി മാറ്റി. ആ പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ കണക്റ്റിംഗ് റോഡ് ഇങ്ങോട്ടേക്ക് മാറും. കണക്റ്റിംഗ് റോഡ് ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ക്രാങ്ക് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും, അല്ലെ? ഇതാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഇതാണ് ഒരു എഞ്ചിൻ. സോ ഈ മെക്കാനിസത്തിന്റെ ഉള്ളിലേക്ക് ഞാനൊരു ഇൻപുട്ട് വർക്ക് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് സോഴ്സ് ഓഫ് എനർജി കൊടുത്തിട്ട് ഞാൻ ഈ ക്രാങ്കിൽ ഒരു വർക്ക് ഔട്ട്പുട്ട് എനിക്ക് കിട്ടിയാൽ I turn this mechanism into what? A machine. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Power, and using that source of energy or power, when I obtain a positive work output, then a mechanism gets converted into a machine. ഒരു ഇൻപുട്ട് സോഴ്സ് ഓഫ് എനർജിയും ഒരു ഔട്ട്പുട്ട് വർക്കും കിട്ടുന്നില്ല, വെറുതെ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ദിസ് റിമെയിൻസ് ആസ് എ മെക്കാനിസം ഓൺലി. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ടോ? സോ മോഷൻ ഇതേപോലെ ഇന്റർകണക്റ്റഡ് ബോഡി പാർട്സ് കത്തുന്നതിൽ അത് ഒരു മെക്കാനിസമാണ്. പക്ഷെ നമ്മൾ ഇൻപുട്ട് എനർജി കൊടുത്തിട്ട് ഒരു ഔട്ട്പുട്ട് വർക്ക് കിട്ടിയാൽ ആ മെക്കാനിസത്തിനെ ഒരു മെഷീനാണ്. സോ മെഷീൻ എന്നത് മനസ്സിലാക്കുന്നതിന് നമ്മളുടെ സബ്ജക്ട് തിയറി ഓഫ് മെഷീൻസിൽ മെക്കാനിക്സ് ഓഫ് പല ടൈപ്പ് ഓഫ് മെഷീൻസ് ഉണ്ടാക്കുന്നതിന്റെ ഫണ്ടമെന്റൽ മെക്കാനിസംസ് ആണ് നമ്മൾ ഈ സബ്ജക്ട് പഠിക്കാൻ പോകുന്നത്. ബിഫോർ ഗോയിങ് ഇൻ ടു മെക്കാനിസം വി ഷുഡ് നോ വാട്ട് ആർ കോമ്പണൻസ് ഓഫ് ദ മെക്കാനിസം. മെക്കാനിസത്തിലെ കോമ്പണൻസിന് നമ്മൾ എലമെന്റ്സ്
എന്ന് പറയും, ഓർ ലിങ്ക്സ് എന്ന് പറയും. LINKS. എന്താണ് ഇവിടെ ലിങ്ക്സ് എന്ന് പറയും? Kinematic link or element. Each part of a machine which moves relative to some other part is known as a kinematic link or element. നേരത്തെ കാണിച്ച അതേ ഫിഗറാണ്. ഇതിൽ ലിങ്കുകൾ ഏതൊക്കെയാണ് മാർക്ക് ചെയ്യുന്നത്? ഫ്രെയിം, ഈ ഹാറ്റ് ലൈൻസ് കാണിച്ചത് മുഴുവൻ ഫ്രെയിമാണ്. അതായത് ഇവിടെ ഒരു ഫ്രെയിം വരുന്നുണ്ട്, ഇവിടെ ഒരു ഫ്രെയിം വരുന്നത്. ഈ സിലിണ്ടർ, ഈ ഹാറ്റ് കാണിച്ചാണ് സിലിണ്ടറാണ്. ഫിക്സ് ചെയ്ത സാധനം നമ്പർ 1 എന്നാണ്. അത് ഫസ്റ്റ് ഇങ്ങോട്ട് ഈ ഫ്രെയിം ഓഡിയോ സർ. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? Link number 1 and link number 2 note. They are interconnected. Each part of a machine which moves real some other part. അതായത് ലിങ്ക് നമ്പർ 1 ഫിക്സ് ആണ്, ഫ്രെയിം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ ലിങ്ക് നമ്പർ 2 ഞാൻ ഫ്രീ ആക്കി. അപ്പൊ ലിങ്ക് നമ്പർ 2 സംഭവിക്കുന്നത്, ലിങ്ക് നമ്പർ 2 ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെ. സോ ലിങ്ക് നമ്പർ 2 ഈസ് റൊട്ടേറ്റിംഗ് റിലേറ്റീവ് ടു ലിങ്ക് നമ്പർ 1. ലിങ്ക് നമ്പർ 2 അതായത് ക്രാങ്ക് റോഡ് എന്ത് കണക്ട് ചെയ്തിട്ട് കണക്ടിംഗ് റോഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. സോ 2 and 3 ആർ ഇന്റർകണക്റ്റഡ്. അപ്പം 2 മൂവ് ചെയ്യുമ്പോൾ എന്താ, റിലേറ്റീവ് ടു ഹൗ 2 റൊട്ടേറ്റ്, ലിങ്ക് നമ്പർ 3 വിൽ സ്റ്റാർട്ട് മൂവിങ് അല്ലെ. ഇത് ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ കണക്ടർ റോഡ് എന്താ ഇവിടെ ഇങ്ങോട്ടേക്ക് പോകും അല്ലെ. കണക്ടർ റോഡിന്റെ ഈ എൻഡ് ഇവിടെ ഇങ്ങോട്ടേക്ക് പോകും. ലിങ്ക് നമ്പർ 3, ലിങ്ക് നമ്പർ 2 കണക്ഷൻ, ബോത്ത് ആർ ഹാവിംഗ് റിലേറ്റീവ് മോഷൻ. ലിങ്ക് നമ്പർ 3 is connected to what? ഇതിന്റെ ഉള്ളിൽ ഒരു പിസ്റ്റൺ ഉണ്ട്, അതാണ് ഇവിടെ ക്രോസ് ഹെഡ് എന്ന് പറയുന്നത്. ക്രോസ് ഹെഡ് ഓർ പിസ്റ്റൺ എന്ന് പറയും. അത് ലിങ്ക് നമ്പർ 4. So link number 3 and link number 4, they are also interconnected. So when link number 3 moves relative to link number 2, link 4 എന്താ സംഭവിക്കുക? Link 4 will also have a motion. So link number 3 ഇവിടെ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഈ എൻഡിൽ കണക്ട് ചെയ്ത ക്രോസ് ഹെഡ് അല്ലെ ലിങ്ക് നമ്പർ 4 ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. Good. So each of these parts individually are known as kinematic links. ഈ കൈനമാറ്റിക് എന്ന പേര് വരാനുള്ള കാരണം വെറും ലിങ്ക് അല്ലെ എലമെന്റ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ബട്ട് ദി ടേം ഇസ് കൈനമാറ്റിക് ലിങ്ക് ബിക്കോസ് വെറുതെ മൂവ് ചെയ്യുന്ന സാധനങ്ങളല്ല ഇത്, എന്തെങ്കിലും ഒരു പേർപ്പസ് സെർവ് ചെയ്യുന്നതല്ല. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ അറ്റത്ത് ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്. ഇറ്റ് സെർവ്സ് എ പേർപ്പസ്, എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി. അപ്പൊ ഈ മോഷനൊക്കെ കൺസ്ട്രെയിൻഡ് മോഷൻ, ലിമിറ്റഡ് മോഷൻ. എനിക്ക് തോന്നുന്ന പോലെ ഒന്നും ഈ ക്രാങ്കിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്രാങ്കും ഫ്രെയിമും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഫ്രെയിം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രെയിമിന്റെ ഈ പോയിന്റ്, ഈ ആക്സിസിനെ റൊട്ടേറ്റ് മാത്രമേ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റൂ. തോന്നുന്ന സ്ഥലത്ത് പോയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ മോഷൻ എന്തായി? അതൊരു കൺസ്ട്രെയിൻഡ് മോഷനായി മാറി. എന്താണ് കൺസ്ട്രെയിൻഡ് മോഷൻ എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, സോ അങ്ങനെ കൺസ്ട്രെയിൻഡ് മോഷൻസ് വരുന്നതിനെയാണ് നമ്മൾ കൈനമാറ്റിക് എന്ന ടേം കൊണ്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ദ ലിങ്ക് ഷുഡ് ഹാവ് ദ ഫോളോയിങ് 2 ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ഒന്നിന് ഒരു മെക്കാനിസത്തിൽ ലിങ്കാണ് എന്ന് പറയണമെങ്കിൽ ഈ താഴെ പറയുന്ന 2 ക്യാരക്ടർ അതുകൊണ്ടാണ്. ഒന്ന്, it should have relative motion. റിലേറ്റീവ് മോഷനാണ്. ഒന്നിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കണം മറ്റേത് മൂവ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു വൺ അനദർ, തോന്നുന്ന പോലെയാണ്. രണ്ടാമത്, ഇറ്റ് മസ്റ്റ് ബി റെസിസ്റ്റന്റ് ബോഡി. റെസിസ്റ്റന്റ് ബോഡി എന്താണെന്നുള്ളത് പ്രീവിയസ് ക്ലാസ്സിൽ വി ഹാവ് ഡിസ്കസ്ഡ്. റെസിസ്റ്റന്റ് ബോഡി എന്താ? ലോഡ് കാരണം ഇഫ് ദാറ്റ് ബോഡി ഈസ് നോട്ട് deforming, such a body is known as resistant body. ഓർമ്മിക്കുക, നമ്മളൊരു വുഡൻ ബ്ലോക്കിന്റെ മേലെ മുഷ്ടി ചുരുട്ടി എടുക്കുന്നത്, ചപ്പാത്തിയാക്കേണ്ട ആട്ടേന്റെ മേലെ മുഷ്ടി ചുരുട്ടി എടുക്കുന്നത് നമ്മളുടെ ഡിഫറൻസ് മനസ്സിലാക്കുക. പർട്ടിക്കുലർ ഡൗ അത് റെസിസ്റ്റന്റ് ബോഡിയല്ല. നമ്മുടെ അവിടെ ഡീഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ, നമ്മളെ പഞ്ചിന്റെ മാർക്ക് അതിൽ കാണാം. മനസ്സിലാകുന്നത്? നമ്മളെ മുഖത്ത് ഒരാൾ കട്ടി കടിച്ച അടിച്ച കല കാണുവാണ്.
ഒരു ചുമ ഓഡിയോ കട്ടായി പോകുന്നുണ്ട്. അതിനൊന്നും ആവും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഇല്ല. ഓക്കെ. റെസിസ്റ്റന്റ് ബോഡി മൂവ് ചെയ്യുന്നതിനിടയിൽ ലോഡ് ഒരുപാട് ഫോഴ്സും ലോഡും വരുന്നുണ്ട്. ദോസ് ഫോഴ്സസ് ആൻഡ് ലോഡ് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ടേക്കപ്പ് ചെയ്ത് അപ്പുറത്തേക്ക് പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റണം. അതിന് റെസിസ്റ്റന്റ് ബോഡി, ഡീഫോർമേഷൻ സംഭവിക്കാത്ത ബോഡി. സോ വെൻ ദീസ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ആർ then we can relate these two characteristics to parts of the mechanism. ആ പാർട്ടുകളൊക്കെ കൈനമാറ്റിക് ലിങ്ക് എന്ന് വിളിക്കും. ആവശ്യമുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിൽ വെക്കേണ്ട പോയിന്റുകൾ ജസ്റ്റ് നോട്ട് ഔട്ട് ചെയ്ത് സെന്റൻസുകളായിട്ട് എഴുതരുത്. ഞാൻ ഈ PPT അല്ലെങ്കിൽ ഇതിന്റെ നോട്ടൊക്കെ തരും, പക്ഷെ ഇപ്പോഴല്ല, ഒരു മൊഡ്യൂൾ തീരുമ്പോഴാണ് തരുന്നത്. അത് ആ മൊഡ്യൂള് റിലേറ്റ് ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. I hope you are noting them. Note എല്ലാവരും. Yes sir. Okay. ഈ ഫസ്റ്റത്തെ ഒരു 2-3 തിയറി അല്ലെങ്കിൽ തിയററ്റിക്കൽ പാർട്ട് കഴിഞ്ഞാൽ ഞാൻ സ്വിച്ച് ഓൺ ടു വൈറ്റ് ബോർഡ്. ഞാൻ വൈറ്റ് ബോർഡ് എക്സ്പ്ലെയിൻ ചെയ്ത് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എങ്ങനെയാണ് വീഡിയോ ആക്കേണ്ടത്, എങ്ങനെയാണ് ജസ്റ്റ് ഒരു റഫായി നോട്ട് ചെയ്തെന്ന കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് റഫായി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ന്യൂമറിക്കൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബോർഡിലേക്ക് മാറാം. അന്ന് PPT കൊണ്ട് കാര്യം നടക്കുന്നത്. സോ കൈനമാറ്റിക് ലിങ്ക് ഓർ ഐഡന്റിറ്റി എന്താണ്? ദ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ദ ബേസിക് ദാറ്റ് കംസ് ഇൻ ദ മെക്കാനിസം. ഇങ്ങനെ ലിങ്കുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് മെക്കാനിസത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. ഇനി കൈനമാറ്റിക് ലിങ്കുകൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നില്ല. ടൈപ്സ് ഓഫ് ലിങ്ക്സ് ഉണ്ട്. ഇത് ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം. ഓക്കെ. For the purpose of knowledge, this will be what are the types of links in ചോദിച്ചാൽ, പക്ഷെ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയുന്നത് there are 3 types of classification. Rigid link ഉണ്ട്, flexible link ഉണ്ട്, fluid link ഉണ്ട്. Rigid link നേരത്തെ കാണിച്ച എക്സാമ്പിളിലെ എല്ലാ ലിങ്കും rigid links ആണ്. It undergoes no deformation. ക്രാങ്ക്, കണക്റ്റിംഗ് റോഡ്, ഇതൊക്കെ rigid ലിങ്കുകളാണ്. ഫോഴ്സ് അപ്ലൈ ചെയ്താലും ഫോഴ്സിനെ തടുക്കും. Flexible link, partial and deformation. Example, springs, belts, ropes. നിങ്ങളെല്ലാവരും അരി പൊടിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവില്ല. പൊടിപ്പിക്കുന്ന മെഷീൻ ബെൽറ്റും റോപ്പ് അതൊക്കെയുള്ള ഡ്രൈവ് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ സൈക്കിളിന്റെ ചെയിൻ അല്ലെ, ഫ്രണ്ട് വീലും ബാക്ക് വീലും തമ്മിൽ മോഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ചെയിൻ വേണ്ടിയല്ലേ? ചെയിൻ ഇടയ്ക്ക് ലൂസ് ആവാറില്ല. ചെയിൻ എപ്പോഴും ടൈറ്റ് ആയിട്ടല്ലോ ലൂസ് ആവും അല്ലെ? അതൊരു ലിങ്കാണ്. 2 മൂവിങ് ടയറുകൾ തമ്മിൽ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ അവിടെ ചെയിനാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബെൽറ്റ് ഉപയോഗിക്കും. ഈ ബെൽറ്റൊക്കെ എപ്പോഴും ഡീഫോം ആയിപ്പോ. ഡീഫോം ആവുന്ന വളയും ചുരുങ്ങും വലുതാവുന്ന ഇലാസ്റ്റിക് പോലത്തെ രീതിയിലാണ് നിൽക്കുക. സ്പ്രിങ്ങുകൾ ഈ വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ അതൊക്കെ സ്പ്രിങ് അല്ല, അതൊരു കണക്ഷൻ അല്ല. ഷോക്ക് അബ്സോർബറായിട്ട് സ്പ്രിങ് ഉപയോഗിക്കാൻ കാരണം എന്താ? ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ചുരുങ്ങും. ആ പ്രോപ്പർട്ടി പോസിറ്റീവായി എടുത്തിട്ടാണ് അവിടെ നമ്മൾ സ്പ്രിങ് ഉപയോഗിക്കുന്നത്. ഫ്ലെക്സിബിൾ ലിങ്ക്, കുറച്ച് ഡീഫോർമേഷൻ സംഭവിച്ചാലും പ്രീവിയസ് ഷേപ്പിലേക്ക് അത് മടങ്ങി വരും അല്ലെ? സ്പ്രിങ്ങിനെ നമ്മൾ അമർത്തി വെച്ചിട്ട് ആ ഫോഴ്സ് വിട്ട് കഴിഞ്ഞാൽ സ്പ്രിങ് ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരിക. അതിനെയാണ് ഫ്ലെക്സിബിൾ ലിങ്ക്. തേർഡ് വൺ, ഫ്ലൂയിഡ് ലിങ്ക്. മോഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ദിസ് ലിങ്ക് ബൈ ഡീഫോർമേഷൻ. ആ ലിങ്ക് ഡീഫോം ആകുന്നതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. എക്സാമ്പിൾ, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക് നമ്മുടെ ഇപ്പോഴുള്ള മിക്ക ഓട്ടോമൊബൈലും ഉപയോഗിക്കുന്നതൊക്കെ ഹൈഡ്രോളിക് ബ്രേക്ക് ആണ് അല്ലെ? നമ്മൾ ബ്രേക്ക് പെഡൽ ചവിട്ടുന്നു, എന്താ സംഭവിക്കാം? അതിന്റെ പെഡൽ പോയിട്ട് ഒരു സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, ടെക്നിക്കലായിട്ടല്ല. ഒരു കണ്ടെയ്നറിൽ ഫ്ലൂയിഡ് നടത്തുന്നെങ്കിൽ ഒന്ന് വിചാരിക്കാം, തിക്ക് ഫ്ലൂയിഡ്, വിസ്കസ് ഫ്ലൂയിഡ് ആണ്, ആ ഫ്ലൂയിഡിന്റെ മേലെ കൈ പെഡലാണ്. അപ്പൊ ആ അമർത്തുന്ന പെഡലിന് ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ആ
നീങ്ങി വരുന്ന ആ ഫ്ലൂയിഡിലൂടെ ട്രാൻസ്മിറ്റ് ആയിട്ടാണ് അടുത്ത ലിങ്കിലേക്ക് പോകുന്നത്. മനസ്സിലാകുന്നത്? ആ സർ. ഓക്കെ, Voice break ആവുന്നുണ്ട്. മനസ്സിൽ വെക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കുക. ലിങ്ക് എന്താണെന്ന് മനസ്സിലായി. ലിങ്ക് എന്താണെന്ന് മനസ്സിലാക്കി ആ ലിങ്കിന് 3 തരമുണ്ട്: റിജിഡ്, ഫ്ലെക്സിബിൾ, ഫ്ലൂയിഡ്. ജസ്റ്റ് മനസ്സിലാക്കുക. ഒരു എഞ്ചിനിലാകുമ്പോ റാങ്ക് കണക്റ്റുന്നു, ഇതൊക്കെ റിജിഡ് ലിങ്കാണ്. അതേസമയം നമ്മളൊരു സ്പ്രിങ്ങിന്റെ കാര്യം ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ അരി പഠിപ്പിക്കുന്ന മില്ലിലെ ബെൽറ്റ് ഡ്രൈവിനെ പറ്റി ചിന്തിച്ചാൽ ആ ബെൽറ്റ് ഡ്രൈവ്, അതിലെ ബെൽറ്റ്, സ്പ്രിങ്, ഇതൊക്കെ എന്താ ഫ്ലെക്സിബിൾ ലിങ്ക്. നമ്മൾ റിജിഡ്, ഫ്ലെക്സിബിൾ, ഫ്ലൂയിഡ്, RSS. ഇതാണ് 3 ടൈപ്പ് ഓഫ് ലിങ്ക്: റിജിഡ്, ഫ്ലെക്സിബിൾ, ഫ്ലൂയിഡ്. ഓക്കെ, ലിങ്ക് എന്താണെന്ന് മനസ്സിലായത്. ഒരു മെക്കാനിസത്തിലേക്ക് നമ്മൾ ആ ലിങ്കിനെ കൊണ്ട് എത്തിക്കുന്നത്. That particular link should be connected with another link. നമ്മൾ ഫസ്റ്റ് ക്രാങ്കും കണക്റ്റിംഗ് റോഡും. ക്രാങ്ക് ഒരു ലിങ്കാണ്, കണക്റ്റിംഗ് റോഡ് മറ്റൊരു ലിങ്ക്. ഇത് രണ്ടും വെറുതെ മേക്കപ്പൊക്കെ വെച്ചാൽ അവർ മെക്കാനിക്സ്. ക്രാങ്കിനെ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യണം? കണക്റ്റിംഗ് റോഡിൽ കണക്ട് ചെയ്യണം, ലിങ്ക് ചെയ്ത് നോക്കണം അല്ലെ. അങ്ങനെ if you connect two links together, it forms a pair. അതിനൊരു പെയർ എന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വോയിസ് മനസ്സിലാകുന്നുണ്ടോ? സാർ മനസ്സിലാകുന്നുണ്ട്. ആ പെയർ കൈനമാറ്റിക് പെയർ ആവണമെങ്കിൽ ഈ രണ്ടിന്റെ മോഷൻ ലിമിറ്റഡ് ആണ്. നമുക്ക് ആവശ്യമുള്ള പോലെ മാത്രമേ ഇത് മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഒരു പെയർ ആയിരിക്കും. നമുക്കുള്ള പോലെ മാത്രമേ മൂവ്മെന്റ് കിട്ടാൻ പാടുള്ളൂ. ഒരു വാതിൽ അതിന്റെ കട്ടയിൽ നമ്മൾ വിജാഗിരി വെക്കുക. ആ വിജാഗിരി എന്താ? ഒരു ജോയിന്റ് ആണ്. ആ വിജാഗിരി വെച്ചാൽ വിജാഗിരി ഇല്ലാതെ ഞാൻ ആ കട്ടലെടുത്ത് വാതിൽ കൊണ്ടുപോയി വെക്കുന്നില്ല. അതൊക്കെ ആ വാതിൽ ഏത് രീതിയിൽ ഫിറ്റ് ചെയ്തു? അതൊക്കെ ആണി അടിച്ച് ഉറപ്പിച്ച് ഫിക്സ് ചെയ്ത് അല്ലേ. ഈ വാതിൽ നമ്മൾ ഭൂമിയുടെ വാതിലല്ല, നമ്മളെ അഡ്ജസ്റ്റന്റ് ആയിട്ട് നമുക്ക് വാതിൽ തുറക്കാൻ പറ്റില്ല. മുന്നോട്ടേക്ക് ഉള്ളിലേക്ക്. ഈ വാതിലിന്റെ വിചാരി സൈഡിലാണ് നമ്മൾ വെക്കുന്നത്. വെക്കുന്നതിന് വാതിലിന്റെ മുകളിലാണ് വിചാരി വെക്കുന്നത് വിചാരിച്ചാൽ എങ്ങനെ മൂവ് ചെയ്യാം? അതൊക്കെ ആ വാതിൽ തലയുടെ മേലെ കൊണ്ടിലേക്ക് പോകാനും പുറത്തേക്ക് വരാനും. ഹലോ, വേണ്ട, ക്ലിയർ ആയില്ല. ക്ലിയർ ആയിരുന്നു. ഞാനിപ്പോ നമ്മള് വീട്ടിൽ വാതിലാലോചിക്കും. വാതിൽ, ഡോർ, ഡോർ, ഡോർ. ഓക്കെ, ഓക്കെ. ഈ ഡോറിന്റെ നമ്മൾ ഡോറും ചുമരല്ലേ, കട്ടിലേന്റെ മേലെ ഡോർ ഫിക്സ് ചെയ്യാം. ഡോറിന്റെ സൈഡിലാണ് വിജാഗിരി വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഡോറും ആ കട്ടിളി എന്തായി? ഒരു കൈനമാറ്റിക് പെയറായി മാറി. ഡോറ് നമുക്ക് പുറത്തേക്കും തുറക്കാം, അകത്തേക്കും തുറക്കാം അല്ലെ. സൈഡിൽ കൂടെ പുറത്തേക്ക്. ഇനി ആ സൈഡിൽ വെച്ച് വിചാരിക്ക് എടുത്തിട്ട് ഞാൻ ഡോറിന്റെ മുകളിലാണ് വെച്ചത്. കട്ടിലിന്റെ മുകൾ ഭാഗം ഡോറിന്റെ മുകൾ ഭാഗം ഞാൻ എന്ത് ചെയ്യാം? വിചാരിച്ച് വെച്ച് കണക്ട് ചെയ്യുന്ന ചെയ്യുന്നത്. അപ്പൊ എനിക്ക് സാധാരണ നിങ്ങളുടെ വീട്ടിൽ ഡോർ തുറക്കുന്ന ഡോർ തുറക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഡോറിന് ഉന്തി എന്റെ തലയുടെ നേരേക്ക് എടുത്ത് കൈയോട് പൊന്തിച്ച് വെച്ച് പുറത്തേക്ക് പോകാൻ അല്ലേ. ഇതിനെയാണ് നമ്മൾ എവിടെ ജോയിൻ ചെയ്യുന്നു, ഏത് രീതിയിൽ ജോയിൻ കൊടുക്കുന്നു, അതിനനുസരിച്ചിട്ട് ആ പേരിന്റെ ബിഹേവിയർ ഉണ്ടാവും. So kinematic pair എന്ന് പറയുന്നത് two linked elements of the machine when in contact with each other are set to form a pair. രണ്ടും പരസ്പരം കോണ്ടാക്ട് ചെയ്താൽ അതൊരു പെയർ ആണ്. Now kinematic pair വെറും pair. If relative motion between them is completely or successfully constrained, the pair is not a kinematic pair.
കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻ ആണ് അല്ലെങ്കിൽ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻ ആണ്. എന്താണ് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻ അല്ലെങ്കിൽ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ എന്നത് നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. കൈനമാറ്റിക് പെയർ എന്ന് പറഞ്ഞാൽ വാതിലും വിജാഗരിയും ചുമലും അല്ലെങ്കിൽ കട്ടറിയും നമ്മൾ എക്സാമ്പിൾ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ ഫിഗറിലുള്ള കണക്ടിംഗ് റോഡ്, ഇതൊരു കൈനമാറ്റിക് പെയർ. ക്രാങ്ക് ഒരു ലിങ്കാണ്, കണക്ടിംഗ് റോഡ് ഒരു ലിങ്കാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നാൽ ഇതൊരു കൈനമാറ്റിക് പെയർ ആണ്. കണക്ടിംഗ് റോഡും പിസ്റ്റൺ, കണക്ടിംഗ് റോഡ് ലിങ്കാണ്, പിസ്റ്റൺ മറ്റൊരു ലിങ്കാണ്. when you connect them together, they will become audio. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് വീണ്ടും. ബ്രേക്ക് ആവുന്നുണ്ട്. ഈ കൈനമാറ്റിക് പെയറിലെ ഈ രണ്ട് ടേമാണ് കംപ്ലീറ്റ്ലി ഓർ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞ രണ്ട് ടേമാണ്. കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് അല്ലെങ്കിൽ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ്. വാട്ട് ഈസ് മെന്റ് ബൈ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് ഓർ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ്? ഇതെന്താണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് കൈനമാറ്റിക് പെയർ നമുക്ക് കൺസ്ട്രെയിൻഡ് മോഷൻ എന്താണെന്ന് നോക്കാം. കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. ഓക്കെ, ഇതാണ് 3 types of motion: completely constrained, incompletely constrained, successfully constrained motion. ഈ എക്സാമ്പിൾ എന്താണെന്നുള്ളത് വ്യക്തമായി പറയും. ഒരു റെക്ടാങ്കുലർ റോഡ് ഒരു റെക്ടാങ്കുലർ ഹോളിന്റെ ഉള്ളിൽ കൂടെ കയറ്റി വെച്ചിട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഈ മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഈ റെക്ടാങ്കുലർ ബ്ലോക്കിന് അതിനകത്ത് ഒന്നിക്ക് ഇങ്ങോട്ട് വരിക്കാം, ഇങ്ങോട്ട് വരും അല്ലെ? ഈ ഒറ്റ രീതിയിലല്ല ഇതിന് മൂവ് ചെയ്യാൻ പറ്റും, ലെഫ്റ്റ് ഓർ റൈറ്റ്. ഇങ്ങനെ ഒരു സിംഗിൾ ട്രാൻസ്ലേഷൻ മോഷൻ മാത്രമല്ല ഇതിന് പോസിബിൾ ആയിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പറ്റുമോ? ഇല്ല. ഇതാണ് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് മോഷൻ. മോഷൻ ഈസ് പോസിബിൾ ഓൺലി ഇൻ എ സിംഗിൾ മാനർ. രണ്ട് ലിങ്കുകൾ തമ്മിൽ കണക്ട് ചെയ്താൽ ആ ലിങ്കുകൾ പരസ്പരം ഒറ്റ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയും. ഈ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലിമിറ്റ് ചെയ്യാന്നാണ്. ലിമിറ്റ് ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തെ കാറ്റഗറി നോക്കി, ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. ഈ എക്സാമ്പിൾ ഒരു സർക്കുലർ ഷാഫ്റ്റ് ആണ്. അതൊരു സർക്കുലർ ഹോളിന്റെ ഉള്ളിൽ കയറ്റിയിട്ടാണ്. ഇനി ഇവിടെ എനിക്ക് എങ്ങനെ മൂവ് ചെയ്യാം? ഈ സർക്കുലർ ഷാഫ്റ്റ് എനിക്ക് ഒന്നിക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വലിച്ച് ഊരിയെടുക്കാം അല്ലെ? ദാറ്റ് മീൻസ് ഇങ്ങനെ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ, വൺ ട്രാൻസ്ലേഷൻ മോഷൻ. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെനിക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ ചെയ്യാൻ പറ്റൂലേ? ഓക്കെ, ഇതിന് ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. കാരണം എനിക്ക് രണ്ട് രീതിയിൽ ഇവിടെ മോഷൻ കൊണ്ടുവരാം. അതായത് ഫുള്ളായിട്ട് ഞാൻ ഇതിനെ ലിമിറ്റ് ചെയ്യില്ല. സ്റ്റിൽ എനിക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മൂവ് ചെയ്യിപ്പിക്കാം. ഇതിനെ ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയും ചെയ്യാം അല്ലെ? ഇവിടെ എനിക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയും ചെയ്യാം, ഇതിനിങ്ങനെ ട്രാൻസ്ലേറ്റും ചെയ്യിപ്പിക്കാം. സോ ഇതിന് നമ്മൾ ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. രണ്ടോ രണ്ടിലധികം രീതിയിലോ ലിങ്കുകൾ തമ്മിൽ മൂവ് ചെയ്യാൻ പോസിബിൾ ആയാൽ, രണ്ടോ ഇനി രണ്ടിലധികം രീതികളോ, അതിന് ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. ഈ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ എന്നാ ഒറ്റ രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും. രണ്ട് ലിങ്കുകൾ, ഈ ബോക്സ് ഒരു ലിങ്കും അതായത് ഈ ഹോൾ ഒരു ലിങ്കും ഈ ഷാഫ്റ്റ് മറ്റൊരു ലിങ്കും ആണെങ്കിലും രണ്ടും തമ്മിൽ ഒറ്റ രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കേൾക്കുന്നില്ല? ഫസ്റ്റ് വണ്ണില് ഈ ഹോൾ ഒരു ലിങ്കും നീല ഹോൾ, സ്ക്വയർ ഹോൾ അല്ലെ റെക്ടാങ്കുലർ ഹോൾ, അതിൽ ഈ പിങ്ക് കളർ എന്താ? റെക്ടാങ്കുലർ ഷാഫ്റ്റ് ആണ്. ഈ രണ്ടും തമ്മിൽ ഓൺലി സിംഗിൾ കൈൻഡ് ഓഫ് മോഷൻ, ഒരു ട്രാൻസ്ലേഷൻ മാത്രമാണ് പോസിബിൾ. ആ ഒറ്റ ഒന്നെന്നുള്ളതാണെങ്കിൽ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻ ആക്കുന്നത്. ഇവിടെ വരുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് മോഷൻ. ഈ ഷാഫ്റ്റിനെ ഊരിയെടുക്കാം, ട്രാൻസ്ലേറ്റ് ചെയ്ത് ഊരിയെടുക്കാം.
ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. സർക്കുലാർ ഷാഫ്റ്റ് ആണ്. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റിയാൽ അതൊക്കെ ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ, അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ട് ലിമിറ്റ് ചെയ്യപ്പെട്ട മോഷൻ. സക്സസ്ഫുൾ കൺസ്ട്രെയിൻഡ് മോഷൻ അതാണ് മൂന്നാമത്തെ. സക്സസ്ഫുൾ കൺസ്ട്രെയിൻഡ് മോഷൻ എന്താ? ഇതേ എക്സാമ്പിൾ, രണ്ടാമത്തെ എക്സാമ്പിൾ സർക്കുലർ ഷാഫ്റ്റ്, സർക്കുലർ ബോൾ. ഞാനിവിടെ എന്ത് ചെയ്തു? ഒരു കോളർ ഫിറ്റ് ചെയ്തു കൊടുത്തു. ഈ കോളർ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ എന്താ സംഭവിക്കുന്നത്? എനിക്ക് ഇനി അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാൻസ്ഫേഴ്സ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ഏത് മൂവ് ചെയ്യാൻ മറ്റേ ബോഡി അനങ്ങാതെ മൂവ് ചെയ്യാൻ പറ്റില്ല. മൂവ് ചെയ്യാൻ പറ്റില്ല. എക്സാക്ട്. അതായത് ഇനി എനിക്ക് മോഷൻ വീണ്ടും ഞാൻ ലിമിറ്റ് ചെയ്തു അല്ലെ. ഈ ലിമിറ്റ് ചെയ്തത് എങ്ങനെയാണ്? ഞാൻ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഒബ്ജക്റ്റ് കൊണ്ടേ വെച്ച് ഈ കോളർ ഫിറ്റ് ചെയ്തെടുക്കാം. ഇതിനെയാണ് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻ മോഷൻ എന്ന് പറയുന്നത്. അതായത് മോഷനെ നമുക്ക് കൺസ്ട്രെയിൻ ചെയ്യാം, ലിമിറ്റ് ചെയ്യാം, പ്രൊവൈഡഡ് ഐ give an external load or an external connection for an external component. Or external component or external load കൊടുത്തിട്ട് ഞാൻ ആ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്താൽ that becomes successfully constrained motion. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ വരാം. What are the types of constrained motion? Explain with figures. ക്വസ്റ്റ്യൻ വരാം. Again 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻഡ് മോഷൻ? എക്സ്പ്ലെയിൻ യൂസിംഗ് ഫിഗേഴ്സ്. ഓരോന്നോരോന്നായിട്ട് വേണ്ടി നോക്കാം. കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. Whenever motion between the pair takes place in a definite direction, ഒരു സിംഗിൾ definite direction, irrespective of the direction of applied force, then is actually completely constrained. ഞാൻ എങ്ങോട്ട് വേണ്ടിയിട്ട് ഇതിന്റെ മേലെ ഈ പച്ച കളർ സ്ക്വയർ ബാർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ബാറിന്റെ മേലെ ഫോഴ്സ് കൊടുത്താലും ഇത് മൂവ് ചെയ്യില്ല. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുത്താൽ ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുള്ളല്ലാണ്ട് ഞാൻ ഇങ്ങനെ മേലെ നിന്ന് താഴേക്ക് ഒരു ഫോഴ്സ് കൊടുത്താൽ അത് മൂവ് ചെയ്യില്ല. സൈഡിൽ നിന്ന് കൊടുത്താലും മൂവ് ചെയ്യില്ല. ഈ ഡയറക്ഷനിൽ ഈ ഡയറക്ഷനിലേക്ക് കൊടുത്താൽ മാത്രമേ ഇത് മൂവ് ചെയ്യൂ. സോ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫോഴ്സസ് പ്രൊവൈഡഡ് ഓൺലി വൺ കൈൻഡ് ഓഫ് ഡെഫിനിറ്റ് ഡയറക്ഷനിലെ മോഷൻ മാത്രമാണ് അവൈലബിൾ എങ്കിൽ അതാണ് completely constrained motion. Example in the square bar in a square hole. Square bar in a square hole. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തെ incompletely constrained motion. രണ്ടാമത്തെ എക്സാമ്പിൾ സി സർക്കുലർ ഷാഫ്റ്റ് ഇൻ എ സർക്കുലർ ഹോൾ. ഈ ബ്ലോക്ക് സ്ക്വയർ ആണെങ്കിലും ഹോൾ സർക്കുലർ ഷാഫ്റ്റ് ഇൻ എ സർക്കുലർ ഹോൾ. Whenever the motion between a pair takes place more than one direction, ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, ഇതിനെ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യിക്കാം. സോ ഇതെന്താ? ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ ആയി മാറി. ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് പറഞ്ഞാൽ ഓൺലി ടേക്സ് പ്ലേസ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ, സിംഗിൾ ഡയറക്ഷൻ ആണ് അല്ലെ. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈ. ഫോഴ്സ് ഞാൻ എങ്ങനെ കൊടുത്താലും ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രമാണ് ഇതിന് മൂവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ എന്തായി മാറി? അത് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷനായി മാറി. ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് ആണെങ്കിലോ മോർ ദാൻ വൺ ഡയറക്ഷൻ, ഒരു ഡയറക്ഷനിൽ കൂടുതൽ മൂവ് ചെയ്യാൻ പറ്റിയാൽ ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. തേർഡ് വൺ എന്താ? പാർഷ്യലി, അതിന് മറ്റൊരു പേരാണ് പാർഷ്യൽ കൺസ്ട്രെയിൻ ഓർ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ. Whenever the motion between a pair is not completed by itself, but by some other means, it is said to be successfully constrained motion. See, സ്വന്തമായിട്ടല്ല, നമ്മൾ അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു കോളർ കൊടുക്കുന്നതുകൊണ്ടാണ് അവിടെ മൂവ്മെന്റ് ലിമിറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ. ഇവിടെ സ്വന്തമായി ഇതിന് എങ്ങനെ വേണ്ടിയിട്ട് ഒറ്റ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെയോ സ്വന്തമായിട്ട് വിട്ടാൽ ഇതിന് വീണ്ടും ഈ സെക്കൻഡ് കാറ്റഗറിയിൽ പെടും. പക്ഷെ ഞാനൊരു കോളർ എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുനിന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ മൂവ്മെന്റ് കൺസ്ട്രെയിൻ ചെയ്യപ്പെടുന്നത് അല്ലെ. അതിന്റെ എക്സാമ്പിൾ ആണ് ഫുഡ് സ്റ്റെപ്പ് ബെയറിംഗ്. മനസ്സിൽ ഓർത്ത് വെക്കുക, ഫുഡ് സ്റ്റെപ്പ് ബെയറിംഗ് എക്സാമ്പിൾ ഫോർ വാട്ട്? സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ ആണ്. ഈ ഫുഡ് സ്റ്റെപ്പ് ബെയറിംഗ് എക്സാമ്പിൾ ഇതാണ്. ഇതിന്റെ ഹോൾ, ഇതിലാണ് ഈ ഷാഫ്റ്റ് വന്നുപെടുന്നത്. ഈ ഷാഫ്റ്റ് ഈ ഹോളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ മേലേക്ക് പോകുന്നത് ഈ ഷാഫ്റ്റിന്റെ മേലെ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം.
ഇത് ഒരുപാട് എന്താ പറയാ നമ്മളെ ഈ കപ്ലിങ്ങുകളില്ലേ, ഷാഫ്റ്റ് കപ്ലിംഗ്, ഓൾഡ് ഹാൻഡ് കപ്ലിംഗ്, അല്ലെങ്കിൽ ക്വാർട്ടർ ജോയിന്റ് കപ്ലിംഗ്, അതെന്താണെന്ന് നിങ്ങൾ വഴി മനസ്സിലാക്കും. ഈ കപ്ലിങ്ങുകളിൽ യൂസ് ചെയ്യുന്ന കണക്ടേഴ്സാണ് ഫുൾ സ്റ്റെപ്പ് ബെയറിംഗ് എന്ന് പറയുന്നത്. സാധാരണ ബെയറിംഗ് അല്ല, ചെറിയൊരു ഡിഫറൻസ്. അഡീഷണൽ ലോഡ് കൊടുക്കുമ്പോൾ മാത്രം കണക്ട് ആകുന്ന ബെയറിംഗ് ആണ് ഫുൾ സ്റ്റെപ്പ് ബെയറിംഗ്. ജസ്റ്റ് മനസ്സിൽ ഓർത്ത് വെക്കും. ഇനി ഇത് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഫിഗറിലെ ഈ തേർഡ് സാധനം ഓർത്ത് വെച്ചാൽ മതി. സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ എന്താണ്? അഡീഷണൽ ആയിട്ട് ഞാനൊരു കോളർ കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നു. ക്ലിയർ ആണെന്നോ പറയുന്നത്? ക്ലിയർ ആവുന്നില്ല. Okay, good. So these are the type of motion. അല്ലേ? So ഇതുവരെ നമ്മൾ എന്തൊക്കെ നോക്കിയാൽ ജസ്റ്റ് ഒരു ഓവർവ്യൂ എടുത്ത് നോക്കി. മെക്കാനിക്സ് ഓഫ് മെഷീനറി എന്താണെന്ന് മനസ്സിലാക്കി. കൈനമാറ്റിക്സ്, ഡൈനാമിക്സ് ഉണ്ട്. കൈനമാറ്റിക്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. വാട്ട് ഈസ് കൈനമാറ്റിക്സ്? ദാറ്റ് ഓൾസോ വി അണ്ടർസ്റ്റുഡ്. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, അതായത് സ്റ്റഡി ഓഫ് മോഷൻ മാത്രമാണ്. അല്ലെ? റീസൺ ബിഹൈൻഡ് മോഷൻ, അതായത് ഫോഴ്സ്, കോസ് ഓഫ് മോഷൻ, മോഷന്റെ കാരണം, ഇതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. സോ അതിൽ നിന്ന് നമ്മൾ മെഷീൻ എന്താണെന്നുള്ള മനസ്സിലാക്കി, മെഷീൻ സ്ട്രക്ചർ എന്താണെന്നുള്ള മനസ്സിലാക്കി. ഇതിന് നമ്മളുള്ള ഈ ഡിഫറൻസിയേഷൻ, ഇതാണ് സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത്. ഒരു 2-3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതിനുശേഷം ഒരു മെക്കാനിസം എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുത്തു. മെക്കാനിസത്തില് പ്രൈമറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലിങ്ക് ആണ്, അല്ലെങ്കിൽ എലമെന്റ് ആണ്. കൈനമാറ്റിക് ലിങ്ക് എന്താണ്, എലമെന്റ് എന്താണെന്ന് മനസ്സിലാലോചിക്കുന്ന എപ്പോഴും ഈ ഒരു ഫിഗർ ആലോചിക്കണം. എഞ്ചിന്റെ ഫിഗർ നിങ്ങൾ പഠിച്ച ഐസി എഞ്ചിന്റെ ഫിഗർ മനസ്സിൽ വെച്ചാൽ മതി. ആ ഐസി എഞ്ചിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന മെക്കാനിസം സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസമാണ്. ഈ പിസ്റ്റൺ ആണ് സ്ലൈഡ് ചെയ്യുന്ന സ്ലൈഡർ, റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയാണ് ക്രാങ്ക് എന്ന് പറയുന്നത്. സ്ലൈഡറും ക്രാങ്കും ചേരുന്ന മെക്കാനിസം സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. അതിലെ ക്രാങ്ക് ഒരു കൈനമാറ്റിക് ലിങ്ക് ആണ്, കണക്റ്റിനോട് മറ്റൊരു ലിങ്ക് ആണ്, പിസ്റ്റൺ മറ്റൊരു ലിങ്ക്, സിലിണ്ടർ മറ്റൊരു ലിങ്ക്. ഇനി കൈനമാറ്റിക് ലിങ്കിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയ എന്താ? ടൈപ്സ് ഓഫ് കൈനമാറ്റിക് ലിങ്ക്. RSS, റിജിഡ് ലിങ്ക്, ഫ്ലെക്സിബിൾ ലിങ്ക്, ഫ്ലൂയിഡ് ലിങ്ക്. റിജിഡ് ലിങ്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലെന്താ? ക്രാങ്ക്, കണക്റ്റിംഗ് റോഡ്, എഞ്ചിന്റെ സിലിണ്ടർ, ഇതൊക്കെ റിജിഡ് ലിങ്ക് ആണ്. ഡീഫോർമേഷൻ സംഭവിക്കാത്ത, ലോഡ് എത്ര ഡീഫോർമേഷൻ സംഭവിക്കാത്തതൊക്കെ റിജിഡ് ലിങ്ക്. ഫ്ലെക്സിബിൾ ലിങ്ക് മനസ്സിലാക്കുക, സ്പ്രിങ്, ബെൽറ്റ് ഡ്രൈവിൽ ഉപയോഗിക്കുന്ന ബെൽറ്റ്, വെള്ളം വലിക്കുമ്പോൾ നമ്മൾ പുള്ളി റോപ്പ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ആ റോപ്പ്, ഇതൊക്കെ ഫ്ലെക്സിബിൾ ലിങ്ക് ആണ്. ഡീഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്, ലോഡ് വരും. പക്ഷെങ്കിൽ ആ ലോഡ് മാറ്റിക്കഴിഞ്ഞാൽ അതൊക്കെ തിരിച്ച് റീഗെയിൻ ദ ഒറിജിനൽ ഷേപ്പ്. അല്ലെങ്കിൽ ഡീഫോർമേഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. സ്പ്രിങ്, ഷോക്ക് അബ്സോർബർ എന്ന് പറഞ്ഞ സാധനം എന്താണ് ആക്ച്വലി? ഇപ്പൊ സോഫ്റ്റ്വെയറൊക്കെ സ്പ്രിങ് ഉണ്ട് അല്ലെ, സോഫ്റ്റ്വെയർ സ്പ്രിങ്ങും പോലെ നമ്മൾ ഈ നിങ്ങളുടെ റൂമിലെ കസേര, ടേബിൾ, ഇതിന്റെ കാലിന്റെ അടിയിൽ ഒരു റബ്ബർ എന്താ പറയുക ഫിറ്റിംഗ് ഉണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ശരിക്കും ആ ഫിറ്റിംഗ് ഉണ്ട്. ആ റബ്ബർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്രിംഗ് കൺസിഡർ ചെയ്യാം. അതായത് നമ്മൾ കസേരയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ, നീക്കുമ്പോൾ കസേരയുടെ മേലെ കൊടുക്കുന്ന ലോഡ് അത്രയും എമൗണ്ടിൽ നിലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതൊരു അബ്സോർബറാണ് ആക്ച്വലി അല്ലെ. ഈ ഷോക്ക് അബ്സോർബർ, അതായത് ടയർ ഒരു കുണ്ടില് വീണിട്ട് അതുണ്ടാകുന്ന ജേർക്കിങ് സീറ്റിന്റെ മേലേക്ക് പാസഞ്ചറിന് അത്രയും അനുഭവപ്പെടാതിരിക്കാനാണ് സ്പ്രിങ് വെക്കുന്നത്. പക്ഷെങ്കിൽ ആ സ്പ്രിങ്ങിന്റെ പ്രോപ്പർട്ടി, അതായത് ലോഡ് വരുമ്പോൾ ഡീഫോം ആവുന്നത് എന്ന പ്രോപ്പർട്ടി കാരണമാണ് ആക്ച്വലി മൂവ്മെന്റ് ടയറിൽ നിന്ന് സീറ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ. ആ കുലുക്കം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ആ എന്തുള്ള സ്പ്രിങ്ങുള്ളതാണ്. അത് കുറഞ്ഞിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതാണ് ഫ്ലെക്സിബിൾ ലിങ്ക്. മൂന്നാമത്തെ ഫ്ലൂയിഡ് ലിങ്ക്. ഫ്ലൂയിഡ് ലിങ്കിനെ പറ്റി എപ്പോൾ ആലോചിക്കുമ്പോൾ ബ്രേക്കിനെ പറ്റി, നമ്മുടെ ഓട്ടോമൊബൈൽ വെഹിക്കിൾസിലെ ബ്രേക്ക് സിസ്റ്റത്തിനെ പറ്റി ചിന്തിക്കും. ഇതായിരുന്നു 3 ടൈപ്പ് ഓഫ് ലിങ്ക്. ഇനി ലിങ്ക് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം കൈനമാറ്റിക് പെയർ എന്താണെന്ന് മനസ്സിലാക്കി. ക്രാങ്ക് ഒരു ലിങ്ക്, കണക്ഷനോട് മറ്റൊരു ലിങ്ക്, പിസ്റ്റൺ മറ്റൊരു ലിങ്ക് ആണെങ്കിൽ ക്രാങ്കും കണക്റ്റിംഗ് റോഡും ഒരുമിച്ച് ജോയിൻ ചെയ്താൽ അതൊരു പെയറായി. കണക്റ്റിംഗ് റോഡും പിസ്റ്റൺ അല്ലെങ്കിൽ സ്പൈഡറും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്താൽ അതൊരു പെയറായി.
ഇനി നേരാന്ന് പറയണമെങ്കിൽ അവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്ന രണ്ട് ടേം, ഈ രണ്ട് ലിങ്കുകൾ തമ്മിലുള്ള മോഷൻ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് ആയിരിക്കണം, ലിമിറ്റഡ് ആയിരിക്കണം. അത് ഏത് ടൈപ്പ് ലിമിറ്റേഷൻ? കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് ആയിരിക്കണം അല്ലെങ്കിൽ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ്. ഇനി എന്തായിരുന്നു കംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ്, സക്സസ്ഫുൾ കൺസ്ട്രെയിൻഡ്? ഈ മൂന്ന് ഫിഗർ ആയിരിക്കും. ഓൺലി വൺ ഡയറക്ഷൻ, രണ്ട് ലിങ്കുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ഡയറക്ഷൻ, ഇഫ് ദ മൂവ്മെന്റ് ഈസ് പോസിബിൾ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, അത് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് ആയി. മോർ ദാൻ വൺ ഡയറക്ഷൻ ആണെങ്കിൽ ഇൻകംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ്. കംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ് എന്താ? സ്ക്വയർ ഷാഫ്റ്റില് റെക്ടാങ്കുലർ ഷാഫ്റ്റിന് റെക്ടാങ്കുലർ ഹോൾ. ഇൻകംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ് ആണെങ്കിലോ സർക്കുലർ ഷാഫ്റ്റിന് സർക്കുലർ ഹോൾ. മൂന്നാമത്തതോ cannot be constrained by itself. സ്വന്തം പറ്റില്ല. പക്ഷെങ്കിൽ അഡീഷണൽ ആയിട്ട് ഞാനൊരു കോളർ കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ സൃഷ്ടി ചെയ്യപ്പെടുന്നത്. അതിന്റെ എക്സാമ്പിൾ ഒന്നിക്കൽ സർക്കുലർ ഷാഫ്റ്റ് വിത്ത് എ കോളർ ഇൻ എ സർക്കുലർ ഹോൾ. COLLAR, അതാണ് കോളർ സർക്കുലർ കോളർ. അല്ലേ ക്ലിയർ ആണോ എല്ലാവരും ഡിസ്കസ് ചെയ്യാൻ ടോപ്പിക്സ്? ഓക്കെ, സോ ഇന്നത്തേക്ക് ഇത്രയും മതി. നമുക്കിനി ചെറിയൊരു തിയററ്റിക്കൽ പോർഷൻ നമുക്ക് ജമ്പ് ഓക്കെ. അക്ഷയ്ക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെ ആരും കൊണ്ടാ? ആക്സിഡന്റ് ആയിട്ട് വേറെ ആരും കൊണ്ടാ? ഇല്ല ഇല്ല. ഓക്കെ, അതുപോലെ നിങ്ങൾ എല്ലാവരും നോട്ട് ഡൗൺ ചെയ്യുന്നില്ലേ ആവശ്യമുള്ള പോയിന്റ്സ്? ഐ ഹോപ്പ് യു ആർ ഓൾ നോട്ടിംഗ് ഡൗൺ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സബ്ജക്ട്സ് ലൈക്ക് മെക്കാനിക്സ് ഓഫ് മെഷീനറി. കാരണം എന്താണെന്ന് നോട്ട് ചെയ്യുന്നത് മാത്രമേ നമ്മുടെ മനസ്സിൽ നിൽക്കൂ. സ്ലൈഡ് ഷെയർ ചെയ്യും.